തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. അയാൾ ആ വക്കീൽ ഓഫീസിലുണ്ട്, രംഗനാഥൻ കൈമളുടെ ഓഫീസിൽ. സിദ്ധാർത്ഥന് അനുകൂലമായിട്ട് സാക്ഷി പറയാ പരമേശ്വരൻ. അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെന്നൈക്കുവാ വക്കീൽ ഓഫീസിൽ. പരമേശ്വരന്റെ മൊഴി ആശ്രയിച്ച നമ്മുടെ കേസിന്റെ ജയവും തോൽവിയും ഒക്കെ ഇരിക്കുന്നത്. നീ കൈക്കുഞ്ഞായപ്പോ മുതല് നിന്നെ വളർത്തിയെടുത്ത ആളല്ലേ, എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ. അയാള് പറഞ്ഞ കോടതി വിലക്കെടുക്കും. മോളെ, സത്യാണോ? ആ പരമേശ്വരൻ മൊഴി കൊടുക്കാൻ പോയോ? സത്യമാണ് ചേച്ചി. എന്നെ ജയന്ത വക്കീലെ വിളിച്ചു പറഞ്ഞത് പരമേശ്വരൻ വക്കീൽ ഓഫീസിൽ എത്തിയിട്ടുണ്ടെന്ന്. അല്ല, ഈ വീട്ടിൽ ഒരാളായിട്ട് ഇവളെ ഇവിടെ നിർത്താൻ എന്താ കാര്യം? ഇവളും കുടുംബവും കേസിന് നമുക്ക് അനുകൂലമായിട്ട് നിൽക്കാൻ കൂടെ വേണ്ടിട്ടല്ലേ അല്ലേ? ഇവള് ബലരാമൻ അളിയന്റെ മോളാണെന്ന് പ്രഭാവതി പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞപ്പോഴും നമ്മൾ ഇവളെ തള്ളി പറഞ്ഞില്ല. ചേച്ചിയാണെങ്കി സ്വന്തം മോളായിട്ടാ കരുതുന്നത്. ഇത്രയും ഇവളോട് നമ്മൾ കാണിക്കുമ്പോ അതിന്റെ ഒരു ഇത്തിരി നന്ദി തിരിച്ച് ഇങ്ങോട്ട് കാണിക്കണ്ടേ? ചേച്ചിയാ ഇവൾക്ക് അമിത സ്വാതന്ത്ര്യം കൊടുത്തത്. ഒരാകലോട്ട് നിർത്തിയിരുന്നെങ്കിൽ ഇവള് കുറച്ചും കൂടെ ഗൗരവം കാണിക്കുമായിരുന്നു. എടീ, സ്വന്തം വീട്ടുകാരെങ്കിലും നിനക്ക് നിന്റെ കൂടെ നിർത്താൻ പറ്റി. എടീ, നീ എന്റെ വീട്ടിൽ വന്ന് എന്നെ നിയന്ത്രിക്കുന്നോ? നിയന്ത്രിച്ചതല്ല, ഒരു കാര്യം പറയാൻ വേണ്ടിയാ. എന്നെ വളർത്തിയ ആള് എതിർഭാഗം നിൽക്കുന്നുണ്ടെങ്കിൽ അതെന്റെ വീഴ്ച തന്നെയാ. എന്തായാലും ഞാൻ വീട്ടിൽ പോയെന്ന് അന്വേഷിക്കട്ടെ. മോളെ, മോള് പരമേശ്വരനെയും സുജാതയും ഫോണിൽ വിളിച്ചാൽ മതി. അല്ല ആന്റി, നേരിട്ട് തന്നെ പോണം. അഥവാ എന്റെ വളർത്തച്ഛൻ വക്കീൽ ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് തരുന്നു, വക്കീൽ ഓഫീസ് വരെ അദ്ദേഹം പോവൂ, കോടതി പോവില്ല. ഉറപ്പാ. ഈ വീടിനോട് ഞാൻ നന്ദി കേട് കാണിക്കില്ല. ഞാൻ ഉടനെ വരാം. നീ വഴക്ക് പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി. കൂടിപ്പോയെന്നോ? കുറഞ്ഞു പോയെന്ന് ഞാൻ പറയൂ. നമ്മൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യം ഇവള് മുതലാക്ക. എപ്പോഴാ നമുക്ക് നേരെ തിരിയെന്ന് അറിയാൻ വയ്യ. ത്യാഗരാജ, അവൾ ഇവിടുത്തെ സ്വന്തമാണെന്ന് കരുതി സമാധാനിക്കാം. അവള് ഇവിടുത്തെ സ്വന്തോ? അവളെങ്ങനെ ഇവിടുത്തെ സ്വന്തമാവുന്നത്? ദേ, വൈകാതെ അവളെ തിരിച്ചയച്ചേക്കണം, ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാവും ചേച്ചി. രചന ചേച്ചി ഇങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കൂടി കരുതിയില്ല. രചന ചേച്ചിയെ വിളിച്ചെന്ന് ഗൗരി സമ്മതിച്ചപ്പോ നെഞ്ചിൽ പെട്ടെന്നൊരു ഷോക്ക് പോലെ തോന്നി. ചേച്ചി നമ്മളോടുള്ള ദേഷ്യം കൊണ്ടാവില്ല അങ്ങനെ പറയുന്നത്. ചേച്ചിയുടെ അവസ്ഥ അങ്ങനെയാ. പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോവുമല്ലേ. ഗിരീഷേട്ടന്റെ അപകടം കൂടി ആയപ്പോ സമനില തെറ്റിപ്പോയതുപോലായിരിക്കും. ഇന്ന് രാവിലെ എന്നോടുള്ള പെരുമാറ്റത്തിലും എനിക്കത് ഫീൽ ചെയ്തു. പ്രകടമായ അകൽച്ച തന്നെയാ കാണിച്ചത്. എനിക്കിത് വലിയ വിഷമം ഉണ്ടാക്കി. ഞാൻ നന്ദുവിനോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ആ, അപ്പൊ ഉറപ്പാ മറ്റെന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇനി ഗിരീഷേട്ടന്റെ അമ്മ നമ്മളവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടാവോ? ഏയ്, ഒരിക്കലുമില്ല. ആ അമ്മ അങ്ങനെ ചിന്തിക്ക കൂടിയില്ല. എന്തായാലും നന്ദു,
നമുക്കിത് അറിഞ്ഞ ഭാവം കാണിക്കണ്ട. ഏയ്, തുറന്ന് സംസാരിക്കാൻ വേണമെന്നാ ഞാൻ പറയുന്നേ. എന്താണെന്ന് വ്യക്തമാണല്ലോ. നമ്മൾ അവിടുന്ന് മാറിയേക്കൊള്ളന്ന് മറ്റൊരാൾ വിളിച്ച് പറയാന്ന് വെച്ചാ? കാര്യം ഗൗരി പുറത്തൊരാളല്ലെങ്കിലും ശരിയായ നടപടിയല്ല രജനേച്ചി കാണിച്ചത്. അതിന്റെ പിന്നില് എന്താണെന്ന് അറിയുക തന്നെ വേണം. അതോ നമ്മൾ അവിടുന്ന് മാറണമെന്നുണ്ടായിരുന്നെങ്കിൽ അത് നമ്മളോടല്ലേ പറയേണ്ടിയിരുന്നത്? ചേച്ചിയുടെ മനസ്സ് അത്രയ്ക്ക് പിടിവിട്ട് പോയി കാണും. നമ്മുടെ മുഖത്ത് നോക്കിയത് പറയാനുള്ള ധൈര്യം കാണില്ല. എന്തായാലും കാര്യങ്ങൾ വ്യക്തമാക്കിയേ പറ്റൂ. നമ്മൾ അവിടേക്ക് വലിഞ്ഞേറി ചെന്നവരൊന്നുമല്ല, നിർബന്ധിച്ച് വിളിച്ചിട്ടാ പോയത്. അതും അമ്മയ്ക്ക് തീരെ മനസ്സുണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഈ രീതിയിൽ പെരുമാറുക എന്ന് വെച്ചാ അത് ചോദിച്ചേ പറ്റൂ. എന്നിട്ട് നമുക്ക് ഇന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാം. മറ്റാരെങ്കിലോ പറഞ്ഞെങ്കിൽ ശരി, സ്വന്തം ചേച്ചനെ പറയുമ്പോ ഇനി ഒരു നിമിഷം പോലും അവിടെ തുടരാൻ പാടില്ല. നന്ദു പറയുന്നൊക്കെ ശരിയാ. ആദ്യം നമുക്ക് കാര്യങ്ങളൊന്ന് വിശദമായിട്ട് സംസാരിക്കാം. എടുത്തു ചാട്ടൊന്നും വേണ്ട. എനിക്ക് ഇപ്പൊ തന്നെ പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങി പോയാൽ കൊള്ളുന്നുണ്ട്. നന്ദു, ബഹളം വെക്കല്ലേ. നമുക്ക് ചേച്ചിയോട് സംസാരിക്കാം. ആദ്യം നമുക്ക് ആ പരമേശ്വരങ്ങളുടെ വീട്ടിൽ പോവാം. അമ്മ പറഞ്ഞ പോലെ സുജാതാന്റിക്ക് ഇപ്പൊ ഒരു കൂട്ടാ വേണ്ടേ. അവിടെ പോയിട്ട് വന്നിട്ട് നമുക്കിതിനെ കുറിച്ച് സംസാരിക്കാം. അതുവരെ നന്ദു ഇതിനെക്കുറിച്ച് ഒന്നും മിണ്ടരുത്. ആ ശരി, നമുക്കിവിടെ നിന്ന് ഇറങ്ങാം. ഗൗരി, എന്തോ കഴിക്കാനുണ്ട്. വേണ്ട വേണ്ട, പോവാം. ഞാൻ ഒന്ന് പറഞ്ഞിട്ട് വരാം. ആ അമ്മേ, ഇല്ല ഞാൻ പോകുന്നില്ല. ദേവി പരമേശ്വരൻ അങ്കിളുടെ വീട്ടിലാക്കിയിട്ട് എനിക്കൊരിടം വരെ പോകാനുണ്ട്. ആ ശരി. എന്താ ഈ സമയത്ത് മുറ്റോടിക്കുന്നേ? വീട്ടിലിപ്പോ 100 കൂട്ടം ജോലികളില്ലേ, ഓരോന്ന് കഴിഞ്ഞിട്ട് വേണ്ട മറ്റൊന്ന് ചെയ്യാൻ. രാവിലെ ദേവി മുറ്റോടിച്ചാണല്ലോ. അതുകൊണ്ടെന്താ, എനിക്ക് ഈ വീട് വൃത്തിയായിട്ട് കിടക്കണമെന്ന് തോന്നുമ്പോ ഞാനത് ചെയ്യും. ശരി, അത് ചേച്ചിയുടെ ഇഷ്ടം. ചേച്ചി വാ, എനിക്കൊരു ചായ എടുക്ക. ഞാനിപ്പോ ഒരു ജോലിയിലല്ലേ. നീ ഇപ്പൊ ചായ ഇട്ട് കുടിച്ചോ. അതെന്താ ചേച്ചി അങ്ങനെ? എങ്ങനെ? സാധാരണ ഞാനൊരു ചായയോ കോഫിയോ ചോദിക്കേണ്ട താമസം. ചേച്ചി ഓടിച്ചു നിൽക്കുന്നതാണല്ലോ, ഇന്നെന്ത് പറ്റി? എന്നും ഒരുപോലെ ഇരിക്കോ, മനുഷ്യരല്ലേ. എന്താ ചേച്ചി, മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടിലാണല്ലോ ഞാനിപ്പോ. ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്, പക്ഷെ ആ ബുദ്ധിമുട്ടുകളൊക്കെ മറക്കുന്ന തരത്തിൽ ഒരു സ്നേഹബന്ധമൊക്കെ കാണാമായിരുന്നു. അതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇല്ല, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചുടനെ ചായ തന്നേനെ. എന്താ നന്ദാ? ഒന്നുമില്ലമ്മ. ഒന്നുമില്ല, അതിന് നീ എന്നോട് വഴക്കിന് വന്നേ? ഞാൻ എന്ത് വഴക്കിന് വന്നു? ഒരു ചായ ഇടാൻ പറഞ്ഞാണോ ഇങ്ങനെ? അനിയനും പെങ്ങളും എപ്പോഴും ഇങ്ങനെയാണോ? ഏയ്, എപ്പോഴും ഇങ്ങനല്ല. ഇതേ ഇപ്പോഴേ ഇങ്ങനെ അല്ലേ ചേച്ചി? നീ ഒന്ന് പോയ നന്ദ. നന്ദമ്മ, ഞാൻ ചായ എടുത്തു തരാം. വേണ്ടമ്മേ, അവൻ എടുത്തോളും. രജനി, നീ കൂടുതൽ ചേച്ചിയമ്മ കളിക്കല്ലേ. മോൻ വാ. വേണ്ടമ്മേ, എനിക്കിപ്പോ ചായ വേണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റില്ലല്ലോ. ചായ ചോദിച്ചിട്ട് അവളെ തന്നില്ലെങ്കിൽ ഞാൻ തരും. വാ വാ. ആന്റി, ആന്റി ഒന്നുകൊണ്ടും പേടിക്കണ്ട. മോളെ ബുദ്ധിമുട്ട് വരണ്ടായിരുന്നു. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല മോളെ. അല്ല ആന്റി, അമ്മ പറഞ്ഞു പരമേശ്വരങ്ങളുടെ വക്കീലിന്റെ മുന്നിൽ പോയിന്നറിഞ്ഞ തനൂജ ചിലപ്പോ പ്രശ്നമാക്കൂന്ന്. തനൂജ വരണമെങ്കിൽ വരട്ടെ, എന്താണെങ്കിലും ഞാൻ നേരിട്ടോളാം. മോള് പൊയ്ക്കോ. അന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം
ഒന്ന് അന്വേഷിച്ചിട്ട് പോലുമില്ല. അവൾ ഇവിടേക്ക് വരില്ല. എന്തായാലും പരമേശ്വരങ്ങൾ വന്നിട്ടേ പോകുന്നുള്ളൂ. നന്ദു റോഡിലുണ്ട്. കേസ് വിജയിക്കാൻ വേണ്ടി എല്ലാം ചെയ്യണം. സിദ്ധാർത്ഥ് സാറ് രക്ഷപ്പെട്ടാ മതി. സത്യം പറഞ്ഞ ബലരാമൻ സാറിന് വേണ്ടിയിട്ടാണ് സിദ്ധാർത്ഥ് സാർ ഈ ത്യാഗം ചെയ്തു എന്നറിഞ്ഞപ്പോ സാറിനോടുള്ള ബഹുമാനം കൂടിയതേ ഉള്ളൂ. ആണോ? അങ്ങനെയാണല്ലേ? ബഹുമാനം കൂടിയോ? സിദ്ധാർത്ഥിനെ രക്ഷിക്കണം അല്ലേ? എനിക്കെതിരെ മൊഴി കൊടുക്കാൻ നിങ്ങളുടെ ഭർത്താവ് വക്കീൽ ഓഫീസിൽ പോയല്ലേ? നിങ്ങളല്ലേ അയാളെ പറഞ്ഞു വിട്ടത് അല്ലേന്ന്? ഞാനൊന്ന് പറയട്ടെ. മോളോ? നിങ്ങളുടെ മോള് ദാ ഇവിടെ നിൽക്കുന്നു. പറയാനുള്ളത് ഇവളോട് പറ. എന്നെ കുടുക്കിലാക്കി സിദ്ധാർത്ഥിനെ രക്ഷിക്കാൻ നോക്കുക അല്ലേ? തനുജ, എന്താ ഇത്? എന്താടി ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോ നീ എന്തിനാ ഇടയിൽ വരുന്നേ? ഇറങ്ങിപ്പോ. തനുജ, പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. പരമേശ്വരൻ ഞങ്ങളെ നിർബന്ധിച്ച് വക്കീൽ ഓഫീസിൽ കൊണ്ടുപോയത്. നിന്റെ ദേഷ്യം ഞങ്ങളോട് തീർത്തോ? ആന്റി ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. മിണ്ടരുത് നീ. ഇത് എന്റെ വീടാണ്. ഇവര് രണ്ടുപേരെയും സ്വാധീനിച്ച് വഷളാക്കിയല്ലേ? എന്നിട്ട് എനിക്കെതിരെ തിരിക്കുക. തനുജ, ബലരാമൻ സാറാണ് നിന്റെ അച്ഛൻ എന്നുള്ളത് കള്ളക്കഥയല്ല. അത് നിനക്ക് വൈകാതെ മനസ്സിലാവും. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. നീ പോ. എന്റെ ചോദ്യം നിങ്ങളോടാ. നിങ്ങൾ ഉത്തരം പറയണം. എന്റെ ജീവിതം ഇങ്ങനെ നരകത്തിൽ കൊണ്ടെത്തിച്ചിട്ട് ഇനിയും നിങ്ങളും ഭർത്താവും എന്നെ ചതിക്കുകയാണോ? തനുജ, വേണ്ട. ഞങ്ങൾക്ക് വേണ്ടി മൊഴി കൊടുക്കാൻ വന്നതിന്റെ പേരിൽ ഇവരെ ദ്രോഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മോളെ വേണ്ട, പൊയ്ക്കോ. ഇവളെന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഇല്ല ആന്റി, ആന്റി ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഓഹോ, എന്ന് വെച്ച നീ എന്നെ തല്ലൂന്നാണോ? ആന്റി നോവിച്ച തല്ലൂല്ല, ചിലപ്പോ ഞാൻ കൊല്ലു തന്നെ ചെയ്യും. കോണട്ടടി നിന്റെ ധൈര്യം കോണട്ടെ. എടേ, ഒറ്റ കാര്യം, ഞാൻ ഈ ഫോണിൽ നിന്നൊരു മിസ് കോൾ ചെയ്താ പോലീസ് ഇവിടെ വരും. നീ അച്ഛനമ്മയും ദ്രോഹിക്കുന്ന കാര്യം ഞാൻ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞു. ലഹരിക്കെതിരെ ഒരു ഫോഴ്സ് തന്നെ ഉണ്ട് ഇപ്പൊ ഈ ഏരിയയില്. നിന്റെ ഹിസ്റ്ററി അത്ര നല്ലതല്ല. സ്വന്തം വളർത്തമ്മയെ തല്ലിയതിന് നീ അഴിക്കുള്ളിലാവും, അത് ഉറപ്പാ. പിന്നെ നന്ദു മറ്റും അറിഞ്ഞ നിന്നെ വെച്ചേക്കില്ല. ഓഹോ, അപ്പൊ എന്നെ ഒരു ക്രിമിനലായി മുദ്ര കുത്താനാണ് പ്ലാൻ അല്ലേടി? എടി, നിന്നെയും ഈ സ്ത്രീയെയും ഇപ്പോ ഞാൻ ഒന്നും ചെയ്യില്ല. നീ ഇറങ്ങി പൊയ്ക്കോ ഇവിടുന്ന്. 5 മിനിറ്റ് സമയം തരും. പൊയ്ക്കോ. വേണ്ട, മോള് പൊയ്ക്കോ. ദയവായി പോ മോളെ. ഇനി അവള് കുറച്ചു നേരം മുറിയടച്ചിരിക്കും, പുറത്തേക്ക് വരില്ല. അതാ അവളുടെ രീതി. ആന്റി, ഞാൻ വേണമെങ്കിൽ നിക്കാം. മോള് നിക്കണ്ട, പൊയ്ക്കോ, കുഴപ്പമില്ല. എന്തായാലും അവള് കുറച്ച് പേടിച്ചിട്ടുണ്ട്. ഇനി എല്ലാം വരും പോലെ വരട്ടെ. ശരി ആന്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിക്കണേ. ഈ ഒരു ഘട്ടത്തിൽ കൂടെ നിന്നതിന് പരമേശ്വരനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അയ്യോ, ഇതെന്റെ കടമയല്ലേ മാഡം. തനൂജയെ വളർത്താൻ മാത്രമല്ല, ഞങ്ങളുടെ ജീവിത ചെലവിന് കൂടിയാ സിദ്ധാർത്ഥൻ സാർ എനിക്ക് പൈസ തന്നിരുന്നത്. അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. പക്ഷെ സിദ്ധു സഹായിച്ച മറ്റു പലരും ആ സഹായങ്ങളൊക്കെ മറക്കുന്നു പരമേശ്വര.
മാഡം വിഷമിക്കണ്ട. ഇന്ന് തള്ളിപ്പറഞ്ഞവരൊക്കെ നാളെ സാറിന് ജയ് വിളിക്കും. ജയ് വിളിക്കണ്ട, പൂക്കളം വിതറണ്ട, കല്ലെറിയാതിരുന്നാ മതി. എല്ലാം നന്നായി വരും മാഡം. നല്ലവർക്ക് നല്ലതേ കിട്ടൂ. ചിലപ്പോ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ദൈവം എല്ലാം കാണുന്നുണ്ട്. പരമേശ്വരൻ അഡ്വക്കേറ്റിനെ കാണാൻ വന്നത് തനുജിക്ക് അറിയോ? അറിയട്ടെ മാഡം, ഞാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാനും സുജാതയും മാഡത്തിന്റെ കൂടെ ഉണ്ടാവും. താങ്ക് യു പരമേശ്വര, താങ്ക് യു വെരി മച്ച്. പരമേശ്വരന്റെ സാക്ഷിമൊഴിയാ കേസിൽ നിർണായകമാവാൻ പോകുന്നത്. സാറിനെ നമ്മൾ പുറത്ത് കൊണ്ടുവരും മാഡം. സാറിന് വേണ്ടി എന്തിനും ഞങ്ങൾ കൂടെയുണ്ട്. എങ്കിൽ പിന്നെ ഞാനങ്ങോട്ട്. ശരി. ആ ചേച്ചി നിന്നേ, എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എന്ത് ചോദിക്കാൻ? എനിക്കൊന്നും പറയാനില്ല. നിന്നേ, അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ എങ്ങനെ? അവിടെ നിൽക്കി. എടാ, ഇത് നമ്മുടെ ചന്ദ്രോത്തല്ല, മറ്റുള്ളവരുണ്ട് ഇവിടെ. എന്ന് വെച്ചാ അതിന്റെ അർത്ഥം എന്താ? അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാ മതി. ഗിരീഷേട്ടനും അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ ഞങ്ങൾ ഇവിടെ വന്നുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചെന്നാണോ? പറയേച്ചി, വെറുതെ ഉള്ളിലൊന്ന് വെച്ച് ഇഷ്ടക്കേടുകൊണ്ടുള്ള ഈ പെരുമാറ്റം എന്റെ ചേച്ചിക്ക് ചേർന്നതല്ല. കൃത്യമായിട്ട് കാര്യം പറയാൻ. ഒന്നാമതേ സമാധാനം ഇല്ലാതെ നിൽക്കുക ഞാൻ. അതിന്റെ ഇടയിൽ ഓരോ കണ്ടുപിടുത്തം നടത്തിക്കൊണ്ട് വരല്ലേ നീ? ഞാൻ കണ്ടുപിടിച്ചതാണെങ്കിലും കാര്യം എന്താണെന്ന് അറിയണ്ടേ? അവിടെ നിൽക്കാനല്ലേ പറഞ്ഞേ? ഇതൊന്ന് ക്ലിയർ ആക്കിയിട്ട് പോയാൽ മതി. നന്ദ, വെറുതെ വഴക്കുണ്ടാക്കാൻ വരരുതേ. ഞാൻ വഴക്കിനൊന്നുമില്ല, പക്ഷെ എനിക്കറിയണം എന്താ ചേച്ചിയുടെ മനസ്സിലെന്ന്. വിടാനാ പറഞ്ഞേ? എന്താ ഇത്? നോക്ക്, ഇവനോട് വെറുതെ എന്നോട് വഴക്കിടാൻ വരരുതെന്ന് പറ. ഇവനൊരു ചായ ഇട്ട് കൊടുക്കാത്തതിന്റെ ദേഷ്യമായി കാണിക്കുന്നെ. നിനക്കൊരു ചായ ഉണ്ടാക്കി കുടിക്കാവോന്ന് ഞാൻ ചോദിച്ചു, അതിവന് പിടിച്ചില്ല. ഞാനെന്തോ ദേഷ്യം കാണിച്ചെന്നൊക്കെ ഇവൻ പറയുന്ന. എന്താ നന്ദു ഇത്? ചായയും കാപ്പിയും എന്നുള്ള കാര്യമൊന്നും ദേവിക്കറിയാലോ. ഓ, അപ്പൊ രണ്ടാളും കൂടി ചേർന്നിട്ടാണ് ഈ കളിയല്ലേ? നന്ദു വന്നേ, എനിക്കൊരു സംസാരിക്കാനുണ്ട്, വാ. അതൊക്കെ പിന്നെ പറയാം. ചേച്ചി ഗൗരി വിളിച്ചിരുന്നോ? ചോദിച്ചു കേട്ടില്ലേ? ഗൗരിയെ മാത്രമല്ല, ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട്. ഇന്ന് ഗൗരിയെ വിളിച്ചോന്നാ ഞാൻ ചോദിച്ചത്. ഇതെന്താ പോലീസ് സ്റ്റേഷനോ? നീ എന്നെ ചോദ്യം ചെയ്യാ? എനിക്കിഷ്ടമുള്ളവരെ ഞാൻ വിളിക്കും. ചേച്ചിക്ക് ഇഷ്ടമുള്ളവരൊക്കെ ചേച്ചി വിളിച്ചോ, പക്ഷേ ഞങ്ങൾ എന്ന് മുതലേ ഇഷ്ടമല്ലാതായതും കൂടി ചേച്ചി പറ. നന്ദ, നിങ്ങൾക്ക് എനിക്ക് കുറച്ച് സമാധാനം തരുമോ? നിങ്ങളെന്ന് പറയുമ്പോ ആരൊക്കെ ഉദ്ദേശിച്ച്? ഞാൻ അമ്മ ദേവി. സമാധാനം വേണമെന്ന് പറഞ്ഞത് ഞങ്ങൾ ഇവിടുന്ന് മാറി തരണമെന്ന അർത്ഥത്തിലും അല്ലേ? ചേച്ചി വന്നേ, നമുക്ക് സംസാരിക്കാം. എന്ന് സംസാരിക്കാൻ? എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല. എന്റെ മനസ്സമാധാനം പോയി. ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ ആർക്കും അറിയണ്ട. ഗൗരിയെ വിളിച്ചിരുന്നോ? ചായയുടെ മടി എന്താ? അങ്ങനെ ഓരോന്ന് പറഞ്ഞങ്ങ് വിരട്ടുവാ. ഞാൻ നിങ്ങളുടെ ചെലവിലല്ല ഇവിടെ കഴിയുന്നേ. ഞാൻ പലരെയും വിളിക്കും, പലതും സംസാരിക്കും. അതൊക്കെ നിങ്ങളെ അറിയിച്ച് ഒപ്പിട്ട് വാങ്ങണമെന്ന് കരാറൊന്നുമില്ല. എന്റെ കാര്യങ്ങൾ നോക്കാൻ ഗിരി ഇവിടെയുണ്ട്. നിങ്ങൾ ഭരിക്കാൻ വരണ്ട. നന്ദു, രജനി ചേച്ചിക്ക് എന്തോ ഡിപ്രഷൻ സംഭവിച്ചിട്ടുണ്ട്. മനസ്സിൽ എന്തോ ഒരു താളം തെറ്റില്ല. നന്ദു ഇങ്ങനെ എടുത്തു ചാടി ഒന്നും ചോദിക്കണ്ട. ഞാനതിന്റെ രീതിയിൽ കൈകാര്യം ചെയ്തോളാം. വരട്ടെ.
തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.